Hi friend, so ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ തേർഡ് സെക്ഷനാണ്. ഓക്കെ, തേർഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കിങ്ഡം ഫഞ്ചിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ട് സെക്ഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? ജനറൽ ഫീച്ചേഴ്സ്, ക്ലാസിഫിക്കേഷൻ എന്തിനാണ് നടത്തുന്നത്, എന്തൊക്കെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. സോ നമ്മളിപ്പം ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ഏതാണ്? ഫൈക്കിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഫൈക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ആർച്ച് വിറ്റാക്കറാണ്. സോ നമ്മൾ ആദ്യത്തെയും സെക്കൻഡ് സെക്ഷനിൽ ഫൈക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ജനറൽ ഫീച്ചേഴ്സും കിങ്ഡം മൊണീറയും കിങ്ഡം പ്രോട്ടിസ്റ്റയും പഠിച്ചു. സോ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം ഫഞ്ചിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ കിങ്ഡം ഫഞ്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും കുറച്ച് പേരെങ്കിലും. ഫംഗസിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് മഷ്റൂം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വീട്ടിലും നാട്ടിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും കൂണ് അല്ലെങ്കിൽ മഷ്റൂം എന്ന് പറയുന്നത്. സോ നമ്മളെപ്പോഴും കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫംഗസാണ് മഷ്റൂം അല്ലെങ്കിൽ നമ്മൾ കൂണ് എന്ന് പറയുന്നത്. പക്ഷേ കൂണ് മാത്രമാണോ ഫംഗസ്? അല്ല, കൂണ് ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ്. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഫംഗസ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിളാണ് ബ്രെഡ് മോൾഡ്. ബ്രെഡ് മോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രെഡൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ബ്രെഡ് പൂത്ത് പോകുമെന്ന് പറയില്ലേ? സോ ആ പൂപ്പൽ, ആ ബ്രെഡിൻ്റെ മുകളിൽ കാണപ്പെടുന്ന വെള്ള കളറിലെ പൂപ്പൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ്. ഓക്കെ, ആ ഫംഗസിനെയാണ് നമ്മൾ ബ്രെഡ് മോൾഡ് എന്ന് അറിയപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മഷ്റൂം. ഓക്കെ, മഷ്റൂം ഈ പറയുന്ന കൂണ് മഷ്റൂം ഒരു ഫംഗസ് ആണ്. അതുപോലെ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ഫംഗസിന് എക്സാമ്പിളാണ് ഈസ്റ്റ്. നിങ്ങൾ അടുക്കളയിലൊക്കെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഈസ്റ്റ്. അതുപോലെ തന്നെ ഈ ഇലയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഇലയുടെ ഒക്കെ അടി സൈഡിൽ ചില പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ അടിയിൽ വെള്ള കളറിൽ പൗഡർ പോലെ കാണാൻ പറ്റും. ഓക്കെ, ഈ മഴ സമയമൊക്കെ ആവുന്ന സമയത്ത് ചില ലീഫിൻ്റെ ഒക്കെ അടിയിൽ വെള്ള കളറിൽ പൗഡർ പോലെ ഇരിക്കുന്ന കാണാം. സോ അതൊരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ്. അതിന് നമ്മൾ റസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ബ്രെഡ് മോൾഡ്, അതുപോലെ ഈസ്റ്റ്, മഷ്റൂം, ഈ ലീഫിൻ്റെ അടിയിൽ കാണപ്പെടുന്ന വൈറ്റ് കളർ പൗഡർ, ഇതൊക്കെ ഫംഗസുകൾക്ക് എക്സാമ്പിളാണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആരെയാണെന്നേ ഉള്ളൂ? നമ്മുടെ മഷ്റൂമിനെ ആണെന്നേ ഉള്ളൂ. ഓക്കെ, ഇവരൊരു കോമൺ ഫീച്ചർ എന്താണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്? ഇവർ ഹെറ്ററോട്രോപ്പിക് ആണ്. കാരണം ഫംഗസിന് എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. ഫംഗസിന് ക്ലോറോഫിൽ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവർ എന്ത് ചെയ്യും? ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ഹെറ്ററോട്രോപ്പിക് ആണ് എന്ന് ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഷ്റൂം എന്ന് പറയുന്ന ഒരു ഹെറ്ററോട്രോപ്പിക് ആയിട്ടുള്ള ഒരു ഫംഗസ് എപ്പോഴും ഹെറ്ററോട്രോപ്പിക്കുകൾ ആയിരിക്കും. അതായത് മറ്റുള്ളവരെ ഫുഡിന് വേണ്ടിയിട്ട് ഇവരെ ഡിപ്പെൻഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ സാധാരണ ഫംഗസ് ഏത് ടൈപ്പിലെ ഹെറ്ററോട്രോപ്സ് ആണ്? സാപ്രോഫൈറ്റിക് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ ആരുടെ അടുത്തുനിന്നാണ് ഫുഡ് എടുക്കുന്നത്? ഡെഡ് ആൻഡ് ഡിക്കൈഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൽ നിന്നായിരിക്കും എടുക്കുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾ കൂണൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ദ്രവിച്ച് പോയിട്ടുള്ള തടി, മരത്തിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും കൂണുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അഴുക്കൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും കൂണുണ്ടാകുന്നത്. കാരണം അവർ ഫംഗസ് ആണ്. അവർ ഫുഡ് എടുക്കുന്ന എവിടെയാണ്? ഈ ഡെഡ് ആൻഡ് ഡിക്കൈഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവർ ഈ ദ്രവിച്ച് പോയിട്ടുള്ള തടികൾ അല്ലെങ്കിൽ അഴുക്കായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വളരുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗസിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് പഠിക്കാം. സോ നിങ്ങൾ ജനറൽ ക്യാരക്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ടൈപ്പ് പഠിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഇവരുടെ ഒരു ബോഡി എന്ന് പറയുന്നത് എപ്പോഴും മൾട്ടി സെല്ലുലാറാണ്. ഓക്കെ, മൾട്ടി സെല്ലുലാർ വെച്ചാൽ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കൊണ്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലൊരു എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരാളാണ് ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് ആണ് ഇതിൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഈസ്റ്റ് യൂണിസെല്ലുലാറാണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. ഈസ്റ്റ് മാത്രമാണ് ഒരു എക്സെപ്ഷൻ. ഈസ്റ്റ് യൂണിസെല്ലുലാറാണ്. ഒറ്റ സെല്ല് മാത്രമേ ഈസ്റ്റുള്ളൂ. ബാക്കി എല്ലാ ഫംഗസും മൾട്ടി സെല്ലുലാറാണ്. ഓക്കെ, ഇവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഫിലമെൻറ്റസാ. ഇത് കണ്ടോ? ഈ ഇങ്ങനെ നൂല് പോലെ ഇരിക്കും. ഇങ്ങനെ നൂല് പോലെ ഇരിക്കും. ഇതിനെയാണ് നമ്മൾ ഫിലമെൻറ്റസ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഫിലമെൻറ്റുകൾ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ബോഡിയെ നമ്മൾ ഫിലമെൻറ്റസ് എന്ന് പറയും. ഓക്കെ, ഇനിയും ഒരു ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഒരു ഫിലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ്. കണ്ടോ? ഇത് ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇവിടെ വരച്ചാൽ ഇതൊരു ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ. ഇതിന് നമ്മൾ കുറച്ചുകൂടെ വലുതാക്കി വരച്ചത് ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹൈഫേ എന്ന് പറയും. ഓക്കെ, ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ലോങ് സ്ലെൻഡർ ആയിട്ടുള്ള ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ ഹൈഫേ എന്ന് പറയുന്നത്. ഒരു ഹൈഫേ ഇതാണ്. ഈ ഹൈഫേനെ ഓരോ സെക്ഷനും ക്രോസ് വോൾസ് ഉണ്ടായിരിക്കും. ഇവിടെ ന്യൂക്ലിയസ് ഇങ്ങനെ കാണപ്പെടും. ഓക്കെ, മനസ്സിലായോ?
ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കൊണ്ടാണ് ഇത് കണ്ടോ, ഒരുപാട് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ചേർന്നിട്ടാണ് ഇവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് പറയും, ഹൈഫേ എന്ന് പറയും. ഇതെന്ന് പറയുന്ന ഒരു ഹൈഫേ ആണ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഹൈഫേ ചേർന്നിട്ടാണ് ഇവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫുൾ ബോഡീനെ നമ്മൾ എന്ത് പറയും എന്നറിയാമോ, മൈസീലിയം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ് ഹൈഫേ. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഹൈഫേ ചേർന്നിട്ടാണ് ഇവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ആയിരക്കണക്കിന് ഹൈഫേ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ത്രെഡിൽ മീൻസ് ഒരു ഇത്രയും ബൾക്കായിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ മൈസീലിയം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹൈഫേ ചേർന്നിട്ടാണ് മൈസീലിയം ഉണ്ടാകുന്നത്. മൈസീലിയം എന്ന് വെച്ചാൽ എന്താണ്, നെറ്റ്വർക്കോ ഹൈഫേ. ഓക്കെ, ഹൈഫയുടെ നെറ്റ്വർക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, അതെ നെറ്റ്വർക്കോ ഹൈഫേ ആണ്. കണ്ടോ, നെറ്റ്വർക്കോ ഹൈഫേ ആണ് മൈസീലിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചില ഹൈഫേ എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ട്യൂബ് പോലെ കാണപ്പെടും. കണ്ടോ, ഇങ്ങനെ കണ്ടിന്യൂസ് ട്യൂബ് പോലെ ആയിരിക്കും കാണപ്പെടുന്നത്. ഇവരിൽ ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ചില ഹൈഫയിൽ എന്തുണ്ടാവും, ഇങ്ങനെ ക്രോസ് വാൾസ് ഉണ്ടായിരിക്കും. കണ്ടോ, ക്രോസ് വാൾസ് ഉണ്ടാവും. ഈ ക്രോസ് വാൾസിനെയാണ് എന്തെന്ന് പറയുന്നത്, സെപ്റ്റം എന്ന് പറയും. ഓക്കെ, സെപ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ക്രോസ് വാൾസ് ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഒരു സെല്ലായിട്ട് കൺസിഡർ ചെയ്യും. കണ്ട, ഈ ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ്, ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ്. അപ്പോൾ ഈ 2 സെല്ലുകൾ തമ്മിൽ ക്രോസ് വാൾസിനെയാണ് നമ്മൾ സെപ്റ്റം എന്ന് പറയുന്നത്. ചിലയിടത്ത് ഈ സെപ്റ്റം ഉണ്ടാവില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ന്യൂക്ലിയസ് സ്പ്രെഡായി കിടക്കും. ഇങ്ങനെ സെപ്റ്റം ഇല്ലാതെ ഒരുപാട് ന്യൂക്ലിയസ് സ്പ്രെഡായി കിടക്കുന്നതിനാണ് നമ്മൾ സീനോസിറ്റിക് ഹൈഫേ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ, സീനോസിറ്റിക് ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം, ഇതിനെയാണ് നമ്മൾ സീനോസിറ്റിക് ഹൈഫേ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അതായത് വേറൊരു കളർ വെച്ച് അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഹൈഫേ ആണ്. ഓക്കെ, ഈ ഹൈഫയിൽ ഇടയ്ക്കിടയ്ക്ക് ക്രോസ് വാൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവരെയാണ് നമ്മൾ സെപ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ആരുണ്ടാവും, ന്യൂക്ലിയസ് ഉണ്ടാവും, സൈറ്റോപ്ലാസം ഉണ്ടാവും. ഇതിനകത്ത് ഫുൾ എന്തുണ്ടാവും, സൈറ്റോപ്ലാസം ആയിരിക്കും ഫില്ല് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, ഈ ക്രോസ് വാൾസിന് നമ്മൾ സെപ്റ്റം എന്ന് പറയും. ഇനി ചില ഹൈഫയിൽ എന്തുണ്ടാവില്ല, ഈ സെപ്റ്റം, ഈ ക്രോസ് വാൾസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു സൈറ്റോപ്ലാസം ഇങ്ങനെ സ്പ്രെഡായി, ഇതിൽ ഫുള്ള് സ്പ്രെഡായി കിടക്കും. സൈറ്റോപ്ലാസിൽ എന്തുണ്ടാവും, ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സെപ്റ്റം ഇല്ലാതെ ഒരുപാട് ന്യൂക്ലിയസ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നതിനാണ് നമ്മൾ സീനോസിറ്റിക് എന്ന് പറയാം. ഓക്കെ, സീനോസിറ്റിക് ഹൈഫേ. ഇവിടെ സെപ്റ്റം ഉള്ള ഹൈഫയാണ്. കണ്ടോ, ക്രോസ് വാൾസ് ഉള്ള ഹൈഫ, ഇവിടെ ക്രോസ് വാൾസ് ഇല്ലാത്ത ഹൈഫയാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈറ്റോപ്ലാസ്റ്റ് വിത്ത് നിറയെ ന്യൂക്ലിയസ് ഇങ്ങനെ കിടക്കും. ഇതിനെ നമ്മൾ സീനോസിറ്റിക് ഹൈഫ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഹൈഫകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, മൈസീലിയം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇവരുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, അതാണ്ട് ഇതിൻ്റെ സെല്ലിൻ്റെ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് അറിയാമോ, സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കൈറ്റിൻ ആണ്. പ്രധാനമായിട്ടും കൈറ്റിൻ പ്ലസ് അതിൻ്റെ കൂടെ എന്തുണ്ടാകും, പോളിസാക്രൈഡ്. പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ഷുഗർ മോളിക്യൂൾസിനെയാണ് നമ്മൾ പോളിസാക്രൈഡ് എന്ന് പറയുന്നത്. കേട്ടോ, ഒരു സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്, കൈറ്റിനും പോളിസാക്രൈഡും. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഫംഗസിൻ്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്, കൈറ്റിനും പോളിസാക്രൈഡും കൊണ്ടാണ്. കേട്ടോ, ഇനി ഇവരെ ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവർ ഹെറ്ററോട്രോപ്സ് ആണ്. ഹെറ്ററോട്രോപ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഇവർ മറ്റുള്ളവരെയാണ് ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, ആരെയാണ്, ഡെഡ് ആൻഡ് ഡിക്കേഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് എന്നാണ് ഫുഡ് എടുക്കുന്നത്. അവർ നമ്മൾ എന്താ പറയുക, സാപ്രോഫൈറ്റുകൾ എന്നാണ്. കേട്ടോ, ഈ വേർഡ് ഓർത്ത് വയ്ക്കുക. സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ എന്താ, ഡെഡായിട്ട് ഡിക്കേഡ് ആയിട്ടുള്ള, അഴുകിയതും ദ്രവിച്ചതുമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് ആഹാരം എടുക്കുന്നവരെയാണ് നമ്മൾ സാപ്രോഫൈറ്റ് എന്ന് പറയാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാപ്രോഫൈറ്റ് ആരാണ്, ഫംഗസ് തന്നെയാണ്. കേട്ടോ, എല്ലാ ഫംഗസും സാപ്രോഫൈറ്റുകളാണ്. ചില ഫംഗസ് പാരസൈറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതായത് മറ്റ് ഹയർ പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ പാരസൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവർക്ക് സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ടാവും. സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതായത് വേറെ എന്തെങ്കിലും ഒരു പ്ലാന്റായിട്ടോ ആനിമലുമായിട്ടൊക്കെ ചേർന്നിട്ട് അസോസിയേഷൻ ഉണ്ടാകുന്നവരെയാണ് നമ്മൾ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയാം. ചിലപ്പോൾ അസോസിയേഷൻ വഴി അവർക്ക് എന്തായിരിക്കും കിട്ടുക, ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുക, ചിലർക്ക് ഹാംഫുൾ ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇങ്ങനത്തെ അസോസിയേഷനെയാണ് രണ്ടോ അതിൽ കൂടുതലോ ഓർഗാനിസംസ് തമ്മിൽ അല്ലെങ്കിൽ പ്ലാന്റ്സുകൾ തമ്മിലൊക്കെ ഉണ്ടാക്കുന്ന അസോസിയേഷനെയാണ് നമ്മൾ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയാം. അപ്പം ഈ ഫംഗസ് 2 തരത്തിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തേനെയാണ് നമ്മൾ ലൈക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ അസോസിയേഷനാണ് എന്തെന്ന് പറയുന്നത്, ലൈക്കൺ എന്ന് പറയുന്നത്. ലൈക്കണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലൈക്കൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലൈക്കണിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ലൈക്കൺ എന്ന് വെച്ചാൽ
ഇതാണ് ലൈക്കൺ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പടം കാണിച്ചു. ഇതാണ് ലൈക്കൺ. ലൈക്കൺ എന്ന് വെച്ചാൽ എന്താണ്, ഈ പേര് കേൾക്കുന്ന എനിക്ക് വലിയ സംഭവം ഒന്നുമല്ല. നമ്മൾ ഈ മരത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് കണ്ടിട്ടില്ലേ, ഇതാണ് ലൈക്കൺ. ഈ ലൈക്കൺ എന്ന് പറഞ്ഞാൽ ഫംഗസിൻ്റെ ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ് വിത്ത് ആരുമായിട്ട്, ആൽഗയുമായിട്ട് കേട്ടോ. ഫംഗസും ആൽഗയും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ് ഈ സാധനം ലൈക്കൺ. അടിയിരിക്കുന്ന നമ്മൾ പാട പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് ഇല്ലേ, ഇതിനെയാണ് നമ്മൾ ലൈക്കൺ എന്ന് പറയാം. അപ്പോൾ ലൈക്കൺ എന്ന് പറഞ്ഞാൽ എന്താ, ആൽഗയും ഫംഗസും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ്. ഓക്കെ, അതായത് ഇവിടെ 2 പാർട്ട്ണർ ഉണ്ടാവും ലൈക്കണിൽ. ഇവിടെ 2 പാർട്ട്നേഴ്സ് ആരൊക്കെയായിരിക്കും? ഒന്ന് ആരാണ്? ആൽഗ ഉണ്ടാകും. രണ്ടാമത്തെ ആളാണ് ഫംഗസ്. ഇവരെന്താ ചെയ്യുക? എന്താണ് ഈ അസോസിയേഷൻ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ആൽഗയ്ക്ക് നിങ്ങൾക്കറിയാം ക്ലോറോഫിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആൽഗ അത് വെച്ചിട്ട് എന്തുണ്ട്, ആൽഗ ഓട്ടോട്രോപ്സ് ആണ്, അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ആൽഗ എന്ത് ചെയ്യും, ക്ലോറോഫിൽ വെച്ചിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഫുഡ് ഉണ്ടാക്കും. ഈ ഫുഡ് ആർക്ക് കൊടുക്കും? ഫംഗസിന് കൊടുക്കും. ഫംഗസ് എന്ത് ചെയ്യും, ആൽഗയ്ക്ക് ഷെൽട്ടർ കൊടുക്കും. ഓക്കെ, ഷെൽട്ടറും അതാണ് തന്നെ ഫുഡ് ഉണ്ടാക്കാം, ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ. ഓക്കെ, ന്യൂട്രിയൻസ്, മിനറൽസ്, അതാണ് തന്നെ മോയ്സ്ചറൊക്കെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്ത് ആർക്ക് കൊടുക്കും? ആൽഗയ്ക്ക് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇവർക്ക് തമ്മിൽ പരസ്പരം ബെനിഫിറ്റാണ്. അതായത് ആൽഗയ്ക്ക് ഫോട്ടോസിന്തസിസിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ആൽഗ എന്ത് ചെയ്യും, ആൽഗയ്ക്ക് ക്ലോറോഫിലും ഉണ്ട്. അപ്പം ഈ ക്ലോറോഫിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ആൽഗ ഫുഡ് ഉണ്ടാക്കും. ഫുഡ് ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കും? ഫംഗസിന് കൊടുക്കും. ഫംഗസ് തിരിച്ച് എന്താ ചെയ്യുക, ഷെൽട്ടർ കൊടുക്കും. അത് കണക്ക് തന്നെ മോയ്സ്ചർ, ന്യൂട്രിയൻസ്, മിനറൽസ് ഇതൊക്കെ അബ്സോർബ് ചെയ്ത് ആർക്ക് കൊടുക്കും? ആൽഗയ്ക്ക് കൊടുക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഒരു പരസ്പരമായിട്ടുള്ള ഒരു ധാരണയിലാണ് ഇവരുടെ അസോസിയേഷൻ പോകുന്നത്. 2 പേർക്കും ബെനിഫിറ്റാണ്. ഒരാൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, മറ്റൊരാൾ ഷെൽട്ടർ കൊടുക്കും. സോ ഇങ്ങനത്തെ ഒരു അസോസിയേഷനാണ് നമ്മൾ എന്തെന്ന് പറയാം, ലൈക്കൺ എന്ന് പറയാം. അപ്പോൾ ഈ കാണുന്ന ലൈക്കണിനകത്ത് ആരൊക്കെ ഉള്ളത്? ഫംഗസും ഉണ്ട്, ആൽഗയും ഉണ്ട്. ഓക്കെ, ഫംഗസിൻ്റെ ആൽഗയുടെ ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ് ലൈക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഫംഗസിൻ്റെ ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ് എന്തെന്ന് പറഞ്ഞാൽ മൈക്കോറൈസ. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ ഒക്കെ, ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ലെഗുമിനസ് പ്ലാന്റ്സ്, ഓക്കെ, ഈ ചെടികളുടെയൊക്കെ, പയറ് ചെടികളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പയറ് ചെടികളുടെയൊക്കെ വേര് ഇങ്ങനെ നൊഡ്യൂൾസ് ഉണ്ടാവും. പയറ് ചെടികളുടെയൊക്കെ വേരിൽ ഓക്കെ നൊഡ്യൂൾസ് പോലെ കാണപ്പെടും. ഓക്കെ, ഈ നൊഡ്യൂൾസ് എന്ന് പറയുന്നത്, ഈ നൊഡ്യൂൾസിൽ മൈക്കോറൈസൽ അസോസിയേഷൻ എന്തുണ്ടാവും? ഫംഗസ് ഉണ്ടാവും. ഇതിനകത്ത് എന്തുണ്ടാവും? ഫംഗസ് ഉണ്ടാവും. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫംഗസ് മൈക്കോറൈസൽ ആക്ട് ചെയ്യുന്നത്? ഓക്കെ, ഇവർക്ക് ഈസി ആയിട്ട് നൈട്രജൻ ഫിക്സേഷനും പെട്ടെന്ന് പ്ലാന്റിന് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ മൈക്കോറൈസൽ അസോസിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫംഗസുമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഫംഗസിൻ്റെ സിംബയോട്ടിക് അസോസിയേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സിംബയോട്ടിക് അസോസിയേഷൻ 2 എണ്ണമാണ്, ഒന്ന് ലൈക്കണും ഒന്ന് മൈക്കോറൈസയും. ലൈക്കൺ എന്ന് വെച്ചാൽ എന്താ, ഈ സംഭവമാണ് ലൈക്കൺ. ആൽഗയും ഫംഗസും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അസോസിയേഷനാണ് ലൈക്കൺ എന്ന് പറയുന്നത്. ആൽഗ എന്ത് കൊടുക്കും? ഫംഗസിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഫംഗസ് തിരിച്ച് എന്ത് കൊടുക്കും? ഷെൽട്ടറും മോയ്സ്ചറും മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ആൽഗയ്ക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെ 2 പേരും പരസ്പരം എന്ത് ചെയ്യുക, ബെനിഫിറ്റഡ് ആയിട്ട് പോകുന്ന ഒരു അസോസിയേഷനാണ് ലൈക്കൺ. പിന്നെ അടുത്ത വരുന്ന ആളാണ് അടുത്ത വരുന്ന അസോസിയേഷനാണ് മൈക്കോറൈസ. മൈക്കോറൈസ എന്താണ്? ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ടുമായിട്ടുള്ള അസോസിയേഷനാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു പയറല്ല, സോറി, പൈൻ പ്ലാന്റ്സ് ആണ്. പൈൻ മരങ്ങളുടെ റൂട്ടിലാണ് മൈക്കോറൈസ കാണപ്പെടുന്നത് കേട്ടോ. പൈൻ മരങ്ങളുടെ റൂട്ടിലാണ് മൈക്കോറൈസ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഫംഗസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. ഫംഗസ് എന്താണ്? നമ്മുടെ 3rd കിങ്ഡം ആണ് ഫംഗസ്. ഫംഗസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഫംഗസ് മഷ്റൂമാണ്. ഫംഗസ് എന്ന് പറഞ്ഞാൽ അതെ ഈ സാധനമാണ് കേട്ടോ. ഇതാണ് ഹൈഫൈ എന്ന് പറയുന്ന സ്ട്രക്ചർ കേട്ടോ. ഹൈഫൈ, ഇതാണ് ഹൈഫൈ. ഇത് മൈസീലിയമാണ്. ഒരുപാട് ഹൈഫൈ ചേർന്നിട്ടാണ് ഒരു മൈസീലിയം ഉണ്ടാകുന്നത്. ഇത് കണ്ടോ, ഇതൊരു ഹൈഫൈ ആണ്. ഈ ഒരു ഹൈഫൈ ചേർന്നിട്ട് നെറ്റ്വർക്ക് ഓഫ് ഹൈഫൈ ആണ് മൈസീലിയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഹൈഫൈ ചേർന്നിട്ടുണ്ടായിരിക്കുന്ന നെറ്റ്വർക്കാണ്. സോ ഇതൊക്കെ എന്താണ്, ഒരുപാട് ഹൈഫൈ ചേർത്തിരിക്കുന്ന നെറ്റ്വർക്ക്. ഇതിന് നമ്മൾ എന്തെന്ന് പറയും? മൈസീലിയം എന്ന് പറയും. ഓക്കെ, ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ് ഹൈഫൈ. ഇങ്ങനെ ഒരുപാട് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ചേർന്നിട്ടുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ മൈസീലിയം എന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, ഇതൊക്കെ മൈസീലിയംസ് ആണ്. ഓക്കെ, പിന്നെ മൾട്ടി സെല്ലുലാർ ആണ്, ഈസ്റ്റ് ആണ് എക്സെപ്ഷൻ വരുന്നത്. പിന്നെ സീലോസിറ്റി ഹൈഫൈ പറഞ്ഞല്ലോ, ഈ ഹൈഫൈയിൽ എന്തുണ്ടാകും? ഹൈഫൈക്ക് അങ്ങ് ക്രോസ് വാൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെപ്റ്റം ഉണ്ടാകും. സെപ്റ്റം ഇല്ലാത്ത ഹൈഫൈയിൽ എന്താ ഉണ്ടാവുക? സൈറ്റോപ്ലാസം ന്യൂക്ലിയസും ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കായിരിക്കും. അവരാണ് എന്തെന്ന് പറയുന്നത്, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണപ്പെടുന്ന കണ്ടീഷനാണ് സീനോസൈറ്റ്. കാരണം ഇവിടെ എന്തില്ല, സെപ്റ്റം ഇല്ല. അപ്പോൾ ഈ സൈറ്റോപ്ലാസ്റ്റിക് ന്യൂക്ലിയസുകൾ ഇങ്ങനെ ഒഴുകി നടക്കും.
സോ ആ ഒരു കണ്ടീഷനാണ് സീനോസിറ്റി ഹൈഫ എന്ന് പറയുന്നത്. പിന്നെ രണ്ട് സിംബയോട്ടിക് അസോസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് രണ്ടും പഠിച്ചു വയ്ക്കുക. അടുത്തത് പറഞ്ഞാൽ ഇവിടെ റീപ്രൊഡക്ഷനാണ്. ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ 3 രീതിയിലാണ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ 3 രീതിയിലാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, രണ്ടാമത്തേത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, മൂന്നാമത്തെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. എപ്പോഴും നമ്മുടെ ട്രൂ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഓക്കെ, കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ, അതിപ്പോൾ ഫംഗസ് അല്ല ഏതൊരു ജീവിയിലാണെങ്കിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പേരൻസിനെ പോലെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാവും. ഓഫ്സ്പ്രിങ്സ് എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞുങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ല, ചെറിയ ഫോംസ്, പേരൻസിൻ്റെ ചെറിയ ഫോംസിനെയാണ് നമ്മൾ ഓസ്പ്രിങ്സ് എന്ന് പറയുക, അതായത് കുഞ്ഞുങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അപ്പം പേരൻസിന് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. എപ്പോഴും അതുകൊണ്ട് ട്രൂ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഓക്കെ, അപ്പം എല്ലാ ആനിമൽസും, എല്ലാ പ്ലാന്റ്സും, എല്ലാ ഹയർ പ്ലാന്റ്സും, എല്ലാ ലോവർ പ്ലാന്റ്സും എപ്പോഴും ട്രൈ ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. പക്ഷേ ലോവർ പ്ലാന്റ്സിൽ വേറെ 2 ടൈപ്പ് റീപ്രൊഡക്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ കണ്ടീഷനിൽ നടക്കുന്ന റീപ്രൊഡക്ഷനാണ്. ഓക്കെ, അൺഫേവറബിൾ, ഇവർക്ക് കണ്ടീഷൻ ഫേവറബിൾ അല്ല. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാനോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ അവർക്ക് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്തും. ഓക്കെ, ഇനി കണ്ടീഷൻ ഫേവറബിൾ ആണെങ്കിൽ ഒന്നുകിൽ ദേ ഗോ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എന്താണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ 3 തരത്തിലാണ് നടക്കുന്നത്: ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. ഓക്കെ, ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതവരുടെ ഒരു ഹൈഫയാണ്. ഓക്കെ, ഹൈഫയിൽ ഇങ്ങനെ സ്പോറുകളുണ്ടാവും. ഓക്കെ, ഹൈഫയിൽ എന്തുണ്ടാവും? സ്പോറുകളുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ സ്പോറുകൾ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ നിന്ന് ഒന്നായിട്ട് കട്ട് ചെയ്ത് മാറി പോകുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓരോ ബോഡിയും അല്ലെങ്കിൽ ഒരു ഹൈഫ ഇങ്ങനെ കട്ടായി ഇതൊരു ഹൈഫയാണ്. ഓക്കെ, ഈ ഓരോ ഹൈഫ ഈ ഒരു സെപ്റ്റം വെച്ച് കട്ടായി എന്ത് ചെയ്യുന്നു? പുറത്ത് പോകുന്നു. കണ്ടോ, ഇങ്ങനെ സെപ്പറേറ്റ് ആയി പോകുന്നു. ഇതിനാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻ്റ് ആവുക എന്ന് വെച്ചാൽ എന്താ? പല പീസായിട്ട് മുറിഞ്ഞു പോകാമെന്നാണ്. ഇങ്ങനെ മുറിഞ്ഞു പോയ ഓരോ ഹൈഫ എന്തായിട്ട് മാറും? പുതിയ ഓരോ ഹൈഫ അല്ലെങ്കിൽ ഒരു ഫംഗസ് ആയിട്ട് മാറും. ഇതിനാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അൺഫേവറബിൾ കണ്ടീഷനിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഫിഷൻ ഇതുപോലെ തന്നെയാണ്. ബോഡി മുറിഞ്ഞ് പോകുന്നതിനാണ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ ഫിഷൻ എന്ന് പറയുക. ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? മുകുളങ്ങൾ ഉണ്ടാകുന്നതിനാണ് ബഡ്ഡിങ് നടക്കുന്നത് എവിടെ? ഈസ്റ്റിലാണ്. ഈസ്റ്റ് ഒരു യൂണിസെല്ലുലാറാണ്. ഓക്കെ, ഈസ്റ്റിലാണ് ബഡ്ഡിങ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ഒരു ബഡ് പുറത്തേക്ക് വന്നിട്ട് ഈ ബഡ് മുറിഞ്ഞ് പുറത്തേക്ക് പോയിട്ട് അത് പുതിയൊരു ഈസ്റ്റായിട്ട് ഫോം ചെയ്യും. കണ്ടോ, ഇങ്ങനെ ബഡ്ഡിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ബഡ്സ് ഉണ്ടായിട്ട് ഈ ബഡ്സ് മുറിഞ്ഞ് പോയിട്ട് അത് ഓരോന്നും എന്തായിട്ട് മാറും? പുതിയ ഫംഗസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ പുതിയ ഈസ്റ്റായിട്ട് മാറും. ഓക്കെ, അപ്പം ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എപ്പോഴും നടക്കുന്നത് അൺഫേവറബിൾ കണ്ടീഷനിലാണ്. ഓക്കെ, ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോറുകൾ വഴിയായിരിക്കും. ഓക്കെ, സ്പോറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അതായത് ഇതിന് പ്രൊപ്പഗേറ്റ്, നമ്മൾ പ്ലാന്റ്സിലൊക്കെ വിത്ത് ചെയ്യുന്ന എന്താണോ അതേ ഫങ്ഷൻ ചെയ്യുന്നവരാണ് സ്പോറുകൾ. ഓക്കെ, ഈ ഒരു പ്ലാന്റിന് അല്ലെങ്കിൽ ഒരു ഫംഗസിന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അടുത്ത തലമുറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ്? പ്രൊപ്പഗേറ്റീവ് മെറ്റീരിയലാണ് സ്പോർസ് എന്ന് പറയുക. ഓക്കെ, ഇതിന് പ്രൊപ്പഗേറ്റീവ് മെറ്റീരിയലാണ് സ്പോർസ് പല ഷേപ്പിലുണ്ട്, പല സ്ട്രക്ചറിലുണ്ട്. പ്രധാനമായിട്ട് റൗണ്ടഡ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും സ്പോർസ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ പ്ലാന്റ്സിൽ വിത്ത് ചെയ്യുമല്ലോ, സീഡ് ചെയ്യുമല്ലോ, അതേ ഫംഗ്ഷൻ തന്നെയാണ് അവിടെ സ്പോറുകളും ചെയ്യുന്നത്. ഈ അസെക്ഷൽ സ്പോർസ് പ്രധാനമായിട്ടും 3 രീതിയിലാണുള്ളത്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക: കൊണീഡിയോസ്പോർസ്, സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ്. ഓക്കെ, ഈ 3 സ്പോറിനെ നിങ്ങൾ ഫംഗസ് പഠിക്കുമ്പോൾ പഠിക്കുക. കാരണം ഇനി നമ്മൾ ഓരോ ടൈപ്പ് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് മാത്രമേ പറയുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ പേര് മാത്രമേ പറഞ്ഞു പോകൂ, ഇത് എന്താണെന്നൊന്നും എടുത്ത് പറയില്ല. ഓക്കെ, ആദ്യം പഠിക്കേണ്ട സ്പോർസാണ് നിങ്ങൾ കൊണീഡിയോസ്പോർസ് എന്ന് പറയുന്നത്. കൊണീഡിയോസ്പോർസ് നമ്മുടെ ഈ പറഞ്ഞ ആസ്പെർജില്ലസ് അല്ലെങ്കിൽ പെനിസിലിയത്തിലൊക്കെ ഉണ്ടാകുന്നതാണ് കൊണീഡിയോസ്പോർസ്. അപ്പോൾ ഇതെന്താണ്? നമ്മൾ ആദ്യം ഫംഗസിൽ വരയ്ക്കാം. ഹൈഫയാണ് ഇത്. ഓക്കെ, ഹൈഫയിൽ ഇവിടെ എന്തുണ്ട്? ക്രോസ് വാൾസ് എന്താ? സെപ്റ്റം. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് ഈ സ്പോർ ഫോം ചെയ്യുന്നതിൽ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. സ്ട്രക്ചർ ഫോം ചെയ്തിട്ട് ഇതിനെയാണ് നമ്മൾ എന്താണ്? കൊണീഡിയ 4 എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ സ്റ്റെമ്മിനെയാണ് നമ്മൾ കൊണീഡിയ 4 എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ ഓരോരോ സ്ട്രക്ചർ ഫോം ചെയ്യും. കണ്ട, ഈ ഓരോ സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് പറയും? കൊണീഡിയ എന്ന് പറയും. ഇതിന് ഓരോന്നിനെ നമ്മൾ എന്തെന്ന് പറയും? കൊണീഡിയ.
കൊണീഡിയ എന്ന് പറഞ്ഞാൽ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു സാക്കിലാക്കി സ്ട്രക്ചറാണ്. ഓക്കെ, ഇത് ഓരോന്നും കൊണീഡിയ. ഈ കൊണീഡിയക്കകത്താണ് എന്തുണ്ടാകുന്നത്? സ്പോറുകൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇതിനകത്താണ് എന്തുണ്ടാകുന്നത്? സ്പോറുകൾ. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന സ്പോറുകളെ നമ്മൾ എന്തെന്ന് പറയും? കൊണീഡിയോ സ്പോർ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഇത് പൊട്ടിയിട്ട് എന്ത് ചെയ്യും? ഈ കൊണീഡിയോ സ്പോർ പൊട്ടിയിട്ട് സ്പോർ പുറത്തേക്ക് ഡിസ്പോസ് ചെയ്ത് പോകും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് കൊണീഡിയോ സ്പോർ എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത നിങ്ങൾ പഠിക്കുക, കൊണീഡിയോ സ്പോർസ് എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, എന്താണ്? എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആയിരിക്കും. എക്സോജീനസ്ലി എന്ന് വെച്ചാൽ എന്താ? ഔട്ട്സൈഡ്, ഹൈഫയ്ക്ക് പുറത്തായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് എന്താണ്? ഹൈഫയാണ്. ഓക്കെ, ഹൈഫയിൽ എന്തുണ്ട്? ക്രോസ് വാൾസ് ആയിട്ടുള്ള സെപ്റ്റം ഉണ്ട്. സെപ്റ്റം എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ കൊണീഡിയ 4 എന്ന് പറയും. PHRA4. എന്നിട്ട് ഇതിന് പുറത്തേക്ക് എന്തുണ്ടാവും? ഒരുപാട് കൊണീഡിയാസ് ഉണ്ടാകും. കൊണീഡിയാസ് നമ്മൾ റൗണ്ട് സ്ട്രക്ചേഴ്സാണ്. ഇവരുടെ ഒരു സാക്കിലാക്കി സ്ട്രക്ചറാണ്. ഓക്കെ, പുറത്തേക്കാണ് ഉണ്ടാകുന്നത്. അതായത് എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ് കൊണീഡിയ ഫോഴ്സ് എപ്പോഴും. ഓക്കെ, ഈ കൊണീഡിയ 4 ഇതിനെ നമ്മൾ കൊണീഡിയ എന്ന് പറയും. ഓരോ റൗണ്ട് സ്ട്രക്ചറിനെയും കൊണീഡിയ എന്ന് പറയും. ഒരു സാക്കാണ് അത്. ഓക്കെ, ഒരു സാക്ക് പോലെ ഇരിക്കും. എന്നിട്ട് ഇതിനകത്ത് എന്തുണ്ടാവും? സ്പോർസ് ഫോം ചെയ്യും. ഓക്കെ, കൊണീഡിയക്കകത്താണ് കൊണീഡിയ സ്പോർ ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഇത് പൊട്ടിയിട്ട് പുറത്തേക്ക് കൊണീഡിയ സ്പോർസിനെ ഡിസ്പേഴ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൈഫെ, സെപ്റ്റം, കൊണീഡിയ 4 കൊണീഡിയ ഉണ്ടാകുന്നു. അതിനകത്ത് കൊണീഡിയ സ്പോർസ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കൊണീഡിയ സ്പോർ. ഇതിൻ്റെ ടൈപ്പ് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും പറയുക? കൊണീഡിയ സ്പോർ, കൊണീഡിയ എന്നൊക്കെ പറയുള്ളൂ. ഇതെന്താണെന്ന് പറയത്തില്ല. അടുത്ത് വരുന്നത് സ്പൊറാഞ്ചിയോ സ്പോർ. സ്പൊറാഞ്ചിയോ സ്പോറത്തെ ഇതാണിരിക്കും. ഇതുപോലെ നമ്മൾ മഷ്റൂം ഒക്കെ പഠിക്കില്ല, അത് മഷ്റൂമിലൊക്കെ ഉണ്ടാവും. ഇതെന്താണ്? നമ്മുടെ ആദ്യം വരുന്നത് നമ്മുടെ ഹൈഫെ. ഓക്കെ, ഹൈഫയിൽ എന്തുണ്ടാവും? സെപ്റ്റം. ഇങ്ങനെ ഒരുപാട് ഹൈഫ വരുമ്പോൾ എന്താ? മൈസീൽ ഉണ്ടാവും. എന്നിട്ട് ഇത് വന്നിട്ട് എന്താണ്? ഇവിടെ ഒരു ബേസ് ഉണ്ടാവും ഇതിൻ്റെ. ഇതിന് നമ്മൾ സ്പൊറാഞ്ചിയോ 4 എന്ന് പറയും. അതായത് ബേസ്, അതായത് സ്പോർ ഉണ്ടാകുന്നതിൻ്റെ ബേസിനെയാണ് നമ്മൾ 4 എന്ന് പറയുന്നത്, സ്പൊറാഞ്ചിയോ 4. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സ്പൊറാഞ്ചിയം എന്ന് പറയുന്ന റൗണ്ട് സ്ട്രക്ചർ ഉണ്ടാകും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്പൊറാഞ്ചിയം. ഓക്കെ, ഇത് ഇവിടെ ഇതിൻ്റെ ഒരു ബേസ് ഇവിടെ വരെയാണ് എന്താ? സ്പൊറാഞ്ചിയം 4 എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്പൊറാഞ്ചിയം. ഈ സ്പൊറാഞ്ചിയത്തിനകത്ത് ഒരുപാട് സാക്ക് ഉണ്ടാവും. ഇങ്ങനെ കണ്ടോ? ഒരുപാട് സാക്കിലാക്കി സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. ഇങ്ങനെ ഇരിക്കും, കണ്ടോ? ഇതിനകത്ത് ഒരുപാട് എന്തുണ്ടാവും? സ്പോർസ് ഫോം ചെയ്യും. ഈ സ്പോറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്പൊറാഞ്ചിയോ സ്പോർ എന്ന് പറയുക. സ്പോർ. ഓക്കെ, ഇതിനാണ് സ്പൊറാഞ്ചിയോ സ്പോർ ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഓർക്കുക, എൻഡോജീനസ് ആണ്. ഓക്കെ, എൻഡോജീനസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇൻസൈഡ് ആണ്. അതായത് ഇവിടെ ഈ സ്പൊറാഞ്ചിയം എന്ന് പറയുന്ന സ്ട്രക്ചറിന് കണ്ടോ അകത്താണ്, കണ്ടോ ഇങ്ങനെ ഓരോ കുറേ സ്ട്രക്ചർ സാക്കിലാക്കി സ്ട്രക്ചറിന് അകത്താണ് എന്തുണ്ടാകുന്നത്? ഈ സ്പോർസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസാണ് സ്പൊറാഞ്ചിയോ സ്പോർ എന്ന് പറയുന്നത്. കൊണീഡിയ എന്താണ്? ഇതിന് പുറത്തേക്കാണ്, ഇവിടെ കവറിങ് ഒന്നുമില്ല. അതുകൊണ്ട് കൊണീഡിയ എപ്പോഴും എക്സോജീനസ്, പുറത്തേക്കായിരിക്കും ഫോം ചെയ്യുന്നത്. എൻഡോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് സ്പൊറാഞ്ചിയോ സ്പോർസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടിടത്ത് ഹൈഫ ഉണ്ടായിരിക്കും, ഹൈഫൈ സെപ്റ്റം ഉണ്ടായിരിക്കും. കൊണീഡിയ 4ൻ്റെ ബേസിനെ കൊണീഡിയ ഉണ്ടാകുന്നതിൻ്റെ ബേസിനെ കൊണീഡിയ 4 എന്ന് പറയും. സ്പൊറാഞ്ചിയോ സ്പോർ ഉണ്ടാകുന്നതിൻ്റെ ബേസിനെ സ്പൊറാഞ്ചിയോ 4 എന്ന് പറയും. ഓക്കെ, ഇവിടെ എന്തുണ്ടാവും? ഇവിടെ എന്താ? ഔട്ട്സൈഡ് സ്ട്രക്ചേഴ്സ് എന്താണ്? കൊണീഡിയാണ്, സാക്കിലാക്കി റൗണ്ടഡ് സ്ട്രക്ചേഴ്സ്. അതിനകത്ത് കൊണീഡിയ സ്പോർ ഉണ്ടാവും, പുറത്തേക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? സാക്കിലാക്കി സ്ട്രക്ചറിന് നമ്മൾ സ്പൊറാഞ്ചിയം എന്ന് പറയും. സ്പൊറാഞ്ചിയത്തിനകത്താണ് സ്പൊറാഞ്ചിയോ സ്പോർസ് ഫോം ചെയ്യുന്നത്. അപ്പം ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഓക്കെ, ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ കൊണീഡിയ ഇവിടുന്ന് പൊട്ടിയിട്ട് എന്ത് ചെയ്യും? കൊണീഡിയ സ്പോറിനെ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് സ്പൊറാഞ്ചിയം പൊട്ടിയിട്ട് സ്പൊറാഞ്ചിയോ സ്പോറിനെ പുറത്തേക്ക് ഡിസ്പോസ് ചെയ്യും. ഓക്കെ, പിന്നെ സൂസ്പോസ് എന്ന് പറഞ്ഞാൽ മോട്ടൈലായിട്ടുള്ള സ്പോസിനെയാണ് നമ്മൾ സൂസ്പോസ് എന്ന് പറയുന്നത്. മൂവ് ചെയ്യാൻ പറ്റുന്ന സ്പോസിനെയാണ് നമ്മൾ സൂസ്പോസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഇത് സ്പൊറാഞ്ചിയം ആണ്. ഓക്കെ, ഇത് സ്പൊറാഞ്ചിയം എന്ന് വെച്ചോ. സ്പൊറാഞ്ചിയം പൊട്ടി പുറത്തേക്ക് സ്പോർ പോവുക. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യാൻ. ഇതെന്താണ് നമ്മൾ പറഞ്ഞത്? മൂവ് ചെയ്യാൻ പറ്റുന്ന ഫ്ലജല്ലയാണ് ഇത് കേട്ടോ, ഫ്ലജല്ല. അപ്പോൾ സൂസ്പോസ് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യണമെങ്കിൽ അതിന് എന്തുണ്ടാവും? ഫ്ലജല്ല ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ വിങ്സ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇത് സ്പോറാണ്, ഇതെന്താണ്? ഫ്ലജല്ല. ഓക്കെ, അപ്പോൾ സൂസ്പോസിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്ലജല്ലേറ്റഡ് ആയിരിക്കും. അവർക്ക് മൂവ് ചെയ്യാൻ എന്തുണ്ടാവും? ഫ്ലജല്ല ഉണ്ടാവും. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞാൽ ട്രൂ റീപ്രൊഡക്ഷൻ. അത് ഊസ്പോസ് വഴിയായിരിക്കും. ഊസ്പോസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെയിൽ ഗ്യാമേറ്റും
ഓക്കെ, ഒരു ഫീമെയിൽ ഗ്യാമേറ്റൂടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഗ്യാമേറ്റ് അല്ലെങ്കിൽ സ്പോസിനെയാണ് നമ്മൾ ഊസ്പോസ് എന്ന് പറയുക. ഓക്കെ, ഇതങ്ങനെ ആസ്കോസ്പോസ് ഉണ്ടാകുന്നുണ്ട്, ബസീഡിയോസ്പോസ്. ആസ്കോസ്പോസ് എന്ന് വെച്ചാൽ നമ്മൾ ആസ്കോമൈസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. ആ ക്ലാസ്സിൽ ഒരു ക്ലാസ്, അതായത് ആ ക്ലാസ് ഫംഗസിൽ നമ്മൾ ആസ്കസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ആസ്കോസ്പോസ് എന്ന് പറയാം. പിന്നെ ബസീഡിയോസ് മൈസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, അതിൽ ബസീഡിയം എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിലായിരിക്കും ഉണ്ടാകും. അതുകൊണ്ട് നമ്മളൊരു ബസീഡിയോസ്പോസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൊണീഡിയോസ്പോറും മനസ്സിലായിട്ടുണ്ടാവും, സ്പൊറാഞ്ചിയോസ്പോസും മനസ്സിലായിട്ടുണ്ടാവും. സൂസ്പോസ് എന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ പറ്റുന്ന സ്പോസ് ആയിരിക്കും. ദാറ്റ് മീൻസ് അവർക്ക് എന്തുണ്ടാവും, ഫ്ലജല്ല ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇവരുടെ സ്പോസ് ഒക്കെ ഉണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയാം. ഓക്കെ, സ്പോറുകൾ ഉണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡി. ഇതൊക്കെയാണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. കണ്ടോ, ഇതൊരു കൂണാണ്. കൂൺ ഒരു ഫ്രൂട്ടിംഗ് ബോഡിയാണ്. മീൻസ് അതിൻ്റെ ബോഡിയാണ്. കണ്ടോ, മഷ്റൂം ഒക്കെ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ഇത് കണ്ടോ, ലൈക്കൺ പോലെ ഇരിക്കും. ഇതൊക്കെ ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ്. ഓക്കെ, അപ്പോൾ സ്പോർ ഉണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുക. ഇനി ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 3 രീതിയിലാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഒന്ന് പ്ലാസ്മോഗമി ഉണ്ടാകും, 2 കാരോഗമി ഉണ്ടാകും, അടുത്ത മിയോസിസ്. ഓക്കെ, പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടോപ്ലാസം ആദ്യം ഫ്യൂസ് ചെയ്യുക. ഓക്കെ, ഇവരുടെ ബോഡിയിൽ എന്തുണ്ടാവും, പ്രോട്ടോപ്ലാസം ഉണ്ടാകും. 2 പ്രോട്ടോപ്ലാസം തമ്മിലോ ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഒരു മെയില് അത് കണക്കിന് ഫീമെയിൽ, ഇവരിൽ എന്തുണ്ടാവും, ഗ്യാമേറ്റ്സ് ഉണ്ടാകും. ഇതിൽ ഒന്നെങ്കിൽ പ്ലാസ്മോഗമി നടക്കുന്ന സമയത്ത് 2 പേരും എന്തായിരിക്കും, മോട്ടൈൽ ഗ്യാമേറ്റ്സ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്തുണ്ടാവും, 2 പേരും മോട്ടൈൽ അല്ലാത്ത ഗ്യാമേറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ 2 മോട്ടൈൽ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ മോട്ടൈൽ അല്ലാത്ത ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് പ്ലാസ്മോഗമി എന്ന് പറയുന്നത്, അതായത് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ് ആണ്. അതിനുശേഷം എന്ത് ചെയ്യും, കാരോഗമി. പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യും, ന്യൂക്ലിയസ് ഉണ്ടാകും. ഓക്കെ, അതായത് ഇത് പ്രോട്ടോപ്ലാസം ആണ് ഫ്യൂസ് ചെയ്യുന്നത്. പ്രോട്ടോപ്ലാസിന് ശേഷം എന്ത് ചെയ്യും, ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഓക്കെ, കാരോഗമി എന്ന് വെച്ചാൽ ആദ്യം പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യും, എന്നിട്ട് ഇവരുടെ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യും, എന്നിട്ട് മിയോസിസ് നടക്കും. ഇവർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന സ്പോർസ് ഫോം ചെയ്യും. ഓക്കെ, സ്പോർസ് എന്ന് പറയുന്നത് നമ്മൾ ഹാപ്ലോയിഡ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, എന്ന് കാണിക്കും. ഡിപ്ലോയിഡ് ആണെങ്കിൽ നമ്മൾ 2n എന്ന് പറയും. ഓക്കെ, അപ്പോൾ സാധാരണ സ്പോർസ് എല്ലാം എന്താണ്, ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചേക്കാം, സ്പോർസ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഡൈക്കാരോൺ എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് എന്ത് ചെയ്യത്തില്ല, പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യത്തില്ല, ന്യൂക്ലിയസ് മാത്രം ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡൈക്കാരോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫംഗസ് പല ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനായിട്ട് പ്രധാനമായിട്ടും 4 ക്ലാസ് ആണ് പഠിക്കാനുള്ളത്. ഒരാളൂടുണ്ട്, ഡ്യൂട്ടീരോമൈസൈറ്റ്സ്. ഓക്കെ, ഡ്യൂട്ടീരോമൈസൈറ്റ്സ്. ഓക്കെ, ഈ ഫംഗസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് അവരുടെ മൈസീലിയത്തിൻ്റെ മോർഫോളജി. ഓക്കെ, അടുത്ത 4 ഫോം ചെയ്യുന്ന ടൈപ്പ്, അതായത് സ്പോർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അടുത്ത അവരുടെ ഫ്രൂട്ടിംഗ് ബോഡിയുടെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ മൈസീലിയത്തിൻ്റെ മോർഫോളജി, സ്പോർ ഉണ്ടാകുന്ന രീതി, ഫ്രൂട്ടിംഗ് ബോഡിയുടെ സ്ട്രക്ചർ. അപ്പം നമ്മൾ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് കിണ്ടത്തിൽ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതാണ് ക്ലാസ്. സോ ആ ഒരു ചാപ്റ്റർ ഞാൻ എടുത്തു തരാം. ഓക്കെ, കിണ്ടത്തിന് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ക്ലാസ്. ഇതിൽ പല ക്ലാസ്സാണ്. ക്ലാസ് ഫൈക്കോമൈസൈറ്റ്സ്, ക്ലാസ് ആസ്കോമൈസൈറ്റ്സ്, ക്ലാസ് ബസീഡിയോമൈസൈറ്റ്സ്, ക്ലാസ് ഡ്യൂട്ടീരിയോമൈസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലെ കോമൺ ഫീച്ചേഴ്സ് നമ്മൾ ഇത്രയും പഠിച്ച ജനറൽ ഫീച്ചേഴ്സ് ഇവരിൽ ഓരോരുത്തരിൽ എങ്ങനെയാണെന്ന് പഠിക്കുക, അവരുടെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കുക. ആദ്യത്തെ വരുന്നതാണ് ക്ലാസ് ഫൈക്കോമൈസൈറ്റ്സ്. ഓക്കെ, ഫൈക്കോമൈസൈറ്റ്സിൻ്റെ ഹാബിറ്റാറ്റ് വെച്ചാൽ എന്താണ്, അത് കാണപ്പെടുന്ന സ്ഥലത്തിനെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അക്വാട്ടിക് ആണ്, വെള്ളത്തിൽ കാണപ്പെടുന്നുണ്ട്. അത് കണക്കിന് ഡീക്കേയിങ് ആയിട്ടുള്ള വുഡിൽ കാണപ്പെടുന്നുണ്ട്. എല്ലാ ഫംഗസും ഡെഡ് ആൻഡ് ഡീക്കേയും ഓർഗാനിക് മാറ്ററിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ ഡീക്കേയും വുഡ് എവിടെ വേണമെങ്കിലും എക്സാമ്പിളായിട്ട് എഴുതാം. മോയിസ്റ്റ് ഡാമ്പ് പ്ലേസസ്, ചതുപ്പായിട്ട സ്ഥലങ്ങളിലാണ് നമ്മൾ മോയിസ്റ്റ് ഡാമ്പ് പ്ലേസസ് എന്ന് പറയുന്നത്, അവിടെ കാണപ്പെടുന്നുണ്ട്. ചിലർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്, പ്ലാന്റ്സിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, പ്ലാന്റ്സിൽ എന്തായിട്ടിരിക്കുക, പാരസൈറ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഫൈക്കോമൈസൈറ്റ്സിൻ്റെ മൈസീലിയം എന്ന് പറഞ്ഞാൽ അസെപ്റ്റേറ്റ് ആണ്, സീനോസിറ്റിക് ആണ്. ഓക്കെ, അസെപ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മൈസീലിയം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. മൈസീലിയം എന്താണ്, അതായത് ഒരു ഹൈഫേ ഉണ്ടാകും അല്ലേ. ഹൈഫേ എന്തുണ്ടാകും, സെപ്റ്റ് ഉണ്ടാകും, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് ഹൈഫേ, ഇതൊരു ഹൈഫേ, ഇങ്ങനെ ഒരുപാട് ഹൈഫേ ചേർന്നിട്ടുണ്ടാകുന്ന സ്ട്രക്ചറിനെയാണ് ഇതെന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഹൈഫേ ആണ് ഇതെന്ന് പറയുന്നത് മൈസീലിയം. ഇവരുടെ മൈസീലിയം അസെപ്റ്റേറ്റ് ആണ്, എന്ന് വെച്ചാൽ ഇവിടെ എന്തില്ല, ഈ സെപ്റ്റ് ആബ്സെൻ്റ് ആണ് ഇവിടെ. ഓക്കെ, അപ്പം ഫൈക്കോമൈസൈറ്റ്സിൽ എന്തില്ല, സെപ്റ്റ് ഇല്ല, ന്യൂക്ലിയസ് മാത്രം ഇങ്ങനെ സൈറ്റോപ്ലാസം ന്യൂക്ലിയസ് ഇങ്ങനെ എന്ത് ചെയ്യുക, സ്പ്രെഡായി കിടക്കുക. അപ്പോൾ ഒരു സെപ്റ്റം ഇല്ലാതെ
ഓക്കെ, സെപ്റ്റം ഇല്ലാതെ സൈറ്റോപ്ലാസം ഇങ്ങനെ ഫുള്ള് സ്പ്രെഡായി അതിൻ്റെ ന്യൂക്ലിയസ് ഇങ്ങനെ ഒഴുകി നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സീനോസിറ്റിക് എന്ന് പറയാം. അപ്പം ഫൈക്കോമൈസൈറ്റ്സ് എന്താണ്, സീനോസിറ്റിക് ആണ്, മനസ്സിലായ. സെപ്റ്റം ഇല്ല, അതിനെയാണ് നമ്മൾ എസെപ്റ്റേറ്റ് എന്ന് പറയാം. എ മീൻസ് ആബ്സെൻറ്റ് എന്നാണ്. സെപ്റ്റം ഇല്ലാത്തതിനെ എസെപ്റ്റേറ്റ് എന്ന് പറയും. അതുകൊണ്ട് സെപ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ന്യൂക്ലിയസ് ഇങ്ങനെ ഇതിനകത്ത് ഒഴുകി നടക്കായിരിക്കും, നമ്മൾ അതുകൊണ്ട് സീനോസിറ്റിക് എന്ന് പറയും. അപ്പോൾ ഫൈക്കോമൈസൈറ്റ്സ് എന്താണ്, എസെപ്റ്റേറ്റ് ആണ്, സീനോസിറ്റിക് ആണ്. ഓക്കെ, ഇവരുടെ റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഫൈക്കോമൈസൈറ്റ്സിൽ കൂടുതലായിട്ട് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അത് സൂസ്പോസ് വഴിയാണ്. സൂസ്പോസ് എന്താണ്, മോട്ടൈൽ സ്പോസിനാണ് സൂസ്പോസ് എന്ന് പറയുക. അപ്പോൾ അവർക്ക് എന്തുണ്ടാകും, ഫ്ലജെല്ല ഉണ്ടാകും. കണ്ടോ, സൂസ്പോസ് ഇങ്ങനെ ഇരിക്കും. അപ്ലാനോസ്പോസ്, ഇനി നോൺ മോട്ടൈൽ സ്പോസ് ഉണ്ട്, അവരെ നമ്മൾ എപ്ലാനോസ്പോസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എപ്ലാനോസ്പോസ് എന്താണ്, നോൺ മോട്ടൈൽ സ്പോസ് ആണ്, ഇങ്ങനെ ഇരിക്കും, മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഫ്ലജെല്ല ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എപ്ലാനോസ്പോസിനെയാണ് നമ്മൾ നോൺ മോട്ടൈൽ സ്പോസ് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ റീപ്രൊഡക്ഷൻ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഫൈക്കോമൈസൈറ്റ്സിൽ. സൂസ്പോസ് വഴി നടക്കാം, അതായത് മോട്ടൈൽ സ്പോസ്, അല്ലെങ്കിൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള എപ്ലാനോസ്പോസ് വഴി നടക്കാം. ഓക്കെ, ഇവിടെ എന്താണ് ഫൈക്കോമൈസൈറ്റ്സിൽ സ്പോസ് ഫോംഡ് ഇൻ സ്പൊറാഞ്ചിയം. ഓക്കെ, എൻഡോജീനസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, സ്പൊറാഞ്ചിയത്തിലാണ് ഇങ്ങനെ വന്നിട്ട് എന്താണ്, ഇങ്ങനെ ഒരു സ്പൊറാഞ്ചിയം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകും. ഈ സ്പൊറാഞ്ചിയത്തിലാണ് എന്തുണ്ടാകുന്നത്, സ്പോസ് ഫോം ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. അകത്തായതുകൊണ്ടാണ് എന്താ, എൻഡോജീനസ് ആയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സ്പോസ് ഫോം ചെയ്യുന്ന എന്തിനുള്ളിലാണ്, സ്പൊറാഞ്ചിയത്തിനുള്ളിലാണ്. ഓക്കെ, ഇനി രണ്ട് ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോസ്പോസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സൈഗോസ്പോസ് എന്ന് വെച്ചാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നതിന്, സൈഗോട്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്പോസ് ആണ് നമ്മൾ സൈഗോസ്പോസ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ഗ്യാമേറ്റ്സ്, മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ സൈഗോസ്പോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഐസോഗ്യാമസ് ആയിരിക്കാം. ഐസോ മീൻസ് എന്താണ്, സിമിലർ എന്നാണ്. ഓക്കെ, ഒരുപോലെയുള്ള ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്നവരെയാണ് നമ്മൾ ഐസോഗ്യാമസ് എന്ന് പറയാം. അപ്പോൾ അവർക്ക് എന്താണ്, മോർഫോളജി സിമിലർ ആയിരിക്കും. ഓക്കെ, ഒരുപോലെയുള്ള ഗ്യാമേറ്റ്സിനെയാണ് നമ്മൾ ഐസോഗ്യാമസ് എന്ന് പറയാം. ചിലപ്പോൾ ഇവിടെ ഒരു ഗ്യാമേറ്റ് ഇങ്ങനെ ഇരിക്കും, ഇവിടുത്തെ ഗ്യാമേറ്റ് ഇങ്ങനെ ഇരിക്കും, രണ്ട് മോർഫോളജി സിമിലർ ആയിരിക്കും. ചിലപ്പോൾ അനൈസോഗ്യാമസ് ആയിരിക്കും, ചിലപ്പോൾ ഒരാൾ ഇങ്ങനെ ഇരിക്കും, ഒരാൾ ഇങ്ങനെ വട്ടത്തിരിക്കും. ഡിസിമിലർ മോർഫോളജി ഉള്ളവരെയാണ് നമ്മൾ അനൈസോഗ്യാമസ് എന്ന് പറയുക. ഓക്കെ, അപ്പം ഐസോഗ്യാമസും ആകാം, അനൈസോഗ്യാമസും ആകാം. ഓക്കെ, സൈഗോസ്പോസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഐസോഗ്യാമസ് ആകാം, അനൈസോഗ്യാമസ് ആകാം. ഇവിടെ റീപ്രൊഡക്ഷൻ അസെക്ഷൽ ആണ്, സൂസ്പോസ് വഴി ഉണ്ടാകാം, അല്ലെങ്കിൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള എപ്ലാനോസ്പോസ് വഴി ഉണ്ടാകാം. പിന്നെ സ്പോസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, സ്പൊറാഞ്ചിയത്തിലാണ്, അതായത് എൻഡോജീനസ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. മൈസീലിയത്തിലെ പ്രത്യേകത എന്താണ്, എസെപ്റ്റേറ്റ് ആണ്, സീനോസിറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഹാബിറ്റായിട്ട് പഠിക്കുക. മൈസീലിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എഴുതുക, റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് പറയുക, സ്പോർ വഴിയാണെങ്കിൽ ഏത് സ്പോറാണെന്ന് പറയുക. ഓക്കെ, ഈ ക്ലാസ് ഫൈക്കോസൈറ്റ്സിലെ എക്സാമ്പിളാണ് മ്യൂക്കർ. മ്യൂക്കർ എന്ന് പറയുന്ന ഒരു ഫംഗസ്, റൈസോപ്പസ്, നമ്മുടെ ബ്രെഡ് മോൾഡ്, ബ്രെഡിൽ കാണപ്പെടുന്ന ആളാണ്. പിന്നെ ആൽബുക മസ്റ്റാർഡ് അറിയാമല്ലോ, കടുകിൻ്റെയൊക്കെ പ്ലാന്റിൽ പാരസൈറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫംഗസാണ് ആൽബുഗോ. അപ്പോൾ മ്യൂക്കറും റൈസോപ്പസും ആൽബുഗോയും ഫൈക്കോമൈസൈറ്റ്സിൽ വരുന്ന ആളാണ്. അടുത്തെയാണ് ആസ്കോമൈസൈറ്റ്സ്. ഇവരെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ബോഡിയിൽ ആസ്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, അതായത് ഒരു ആസ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു സാക്കിലായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനകത്താണ് സ്പോറുകൾ ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവർ എന്തെന്ന് പറയുക, ആസ്കോമൈസൈറ്റ്സ് എന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ അറിയപ്പെടുന്നത് സാക്ക് ഫംഗൈ എന്നാണ്. കണ്ടു, ഇതൊരു സാക്ക് പോലെ ഇരിക്കും, സാക്കിനകത്താണ് സ്പോർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളിവരെ സാക്ക് ഫംഗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവരിൽ ചിലർ യൂണിസെല്ലുലാറാണ്, ചിലർ മൾട്ടി സെല്ലുലാറാണ്. അപ്പോൾ യൂണിസെല്ലുലാർ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് പഠിച്ചു നോക്കിയ ഈസ്റ്റാണ്. ഈസ്റ്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സക്കാറോമൈസിറ്റ് സർവീസിയ. നിങ്ങൾ സക്കാറോമൈസൈറ്റ്സ് എന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരാളാണ് ഈസ്റ്റ് വരുന്ന ഏത് ക്ലാസ്സിലാണ്, ആസ്കോമൈസൈറ്റ്സിൽ. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പെനിസിലിയം എന്ന് പറയുന്നത്. പെനിസിലിയം ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫംഗസ് ആണ് പെനിസിലിയം. ഓക്കെ, ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക് എക്സ്ട്രാക്ട് ചെയ്തെടുത്തത് പെനിസിലിയം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. ഓക്കെ, പെനിസിലിയം നോട്ടേറ്റം. ഓക്കെ, അത് നിങ്ങൾ പഠിക്കേണ്ട. പെനിസിലിയം എന്ന് പറയുന്നത് എന്താണ്, ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗസാണ്. അത് മൾട്ടി സെല്ലുലാറാണ്. യൂണിസെല്ലുലാർ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഈസ്റ്റാണ്. ഈസ്റ്റിൻ്റെ പേരാണ് സക്കാറോമൈസൈറ്റ്സ്. ഇനി ഹാബിറ്റായിട്ട് എടുത്ത ആസ്കോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സാപ്രോഫൈറ്റിക് ആണ്. എല്ലാ ഫംഗസും സാപ്രോഫൈറ്റിക് ആണ്, മീൻസ് ഡെഡ് ആൻഡ് ഡീകേ മാറ്റേഴ്സ് എന്നായിരിക്കും ഫുഡ് എടുക്കുന്നത്. പിന്നെ ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ചിലർ പാരസൈറ്റിക് ആണ്. ഓക്കെ, ചിലർ എന്താണ്, കോപ്രോഫിലസ് ആണ്. ഈ വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും നാൾ നമ്മൾ ഹാബിറ്റായിട്ട് പഠിക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, സാപ്രോഫൈറ്റിക് പഠിച്ചിട്ടുണ്ട്, ഡീകമ്പോസർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്, പാരാസൈറ്റ് പഠിച്ചിട്ടുണ്ട്, പ്രിഡേഷൻ പഠിച്ചിട്ടുണ്ട്. കോപ്രോഫിലസ് എന്ന് പറഞ്ഞൊരു വേർഡ് നിങ്ങൾ പഠിച്ചിട്ടില്ല. കോപ്രോഫിലസ് എന്ന് പറഞ്ഞ വേർഡ് എന്തെടുക്കുക, ഓർത്തിരിക്കുക. കോപ്രോഫിലസ് എന്ന് വെച്ചാൽ ഗ്രോയിൻ ഡഗ്, നമ്മുടെ ചാണകമൊക്കെ ഉണ്ടല്ലോ, ഡഗ് എന്ന് വെച്ചാൽ ചാണകം.
ഡഗ്ഗല് ചാണകമൊക്കെയുള്ള മാർഷ് ഏരിയയിൽ ജീവിക്കുന്നവരെയാണ് നമ്മൾ കോപ്രോഫിലസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കോപ്രോഫിലസ് ഫംഗസ് വെച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? ചാണകം അല്ലെങ്കിൽ മാർഷിയായിട്ടുള്ള ഏരിയയിൽ ജീവിക്കുന്ന ഫംഗസിനെയാണ് നമ്മൾ കോപ്രോഫിലസ് ഫംഗസ് എന്ന് പറയാം. ഓക്കെ, ഇവരുടെ മൈസീലം ബ്രാഞ്ചഡ് ആയിരിക്കും, സെപ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ബ്രാഞ്ചഡ് ഒക്കെ ആയിരിക്കും, ഇവിടെ മൈസീൽ ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് കിടക്കും, സെപ്റ്റ ഉണ്ടാകും. ഓക്കെ, ഇങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാകും, സെപ്റ്റ ഉണ്ടാകും. ബ്രാഞ്ച് ചെയ്തിരിക്കും, സെപ്റ്റ ഉണ്ടാകും. ഓക്കെ, ഇങ്ങനെയായിരിക്കും മൈസീൽ എന്താണ് ബ്രാഞ്ച് ചെയ്തിരിക്കും. ഇവർക്ക് എന്തുണ്ടാകും? എല്ലായിടത്തും എന്താ ഡിവിഷൻ വോൾസ് ഉണ്ടായിരിക്കും, ക്രോസ് വാൾസ്. അതായത് സെപ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ? സെപ്റ്റ ഉള്ളവരെയാണ് നമ്മൾ സെപ്റ്റേറ്റ് എന്ന് പറയാം. ഇവിടെ റീപ്രൊഡക്ഷൻ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആസ്കോമൈസൈറ്റ്സിൽ എന്ത് വഴിയാണ് നടക്കുന്നത്? കൊണീഡിയ വഴിയായിരിക്കും നടക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കൊണീഡിയ എന്ന് പറഞ്ഞാൽ, ഇത് ഹൈഫൈ, ഇത് സെപ്റ്റം, ഇതെന്താണ്? കൊണീഡിയ 4. കൊണീഡിയ 4 എന്ന് വെച്ചാൽ കൊണീഡിയത്തിൻ്റെ ബേസ് ആണ്. എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് എക്സോജീനസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ കൊണീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? കൊണീഡിയ. ഇതിനകത്ത് ഉണ്ടാകുന്ന സ്പോർസ് ആണ് എന്തെന്ന് പറയുന്നത്? കൊണീഡിയ സ്പോർ. ഓക്കെ, അപ്പം ഈ ഇതാണ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ. അതുകൊണ്ടാണ് ഇവരെ എന്താണ് ആസ്കോമൈസൈറ്റ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ത് വഴിയായിരിക്കും നടക്കുന്നത്? എക്സോജീനസ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊണീഡിയ സ്പോർ വഴിയായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഈ കൊണീഡിയ ഈ സ്പോർ പിന്നെ പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. ഇത് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും? മൈസീലും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ കൊണീഡിയ സ്പോർ വഴിയിട്ടാണ് എവിടെ നടക്കുന്നത്? ആസ്കോമൈസൈറ്റ്സിൽ എന്തുണ്ടാകുന്നത്? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ആസ്കോസ്പോർസ് വഴിയാണ് കേട്ടോ. ഈ ആസ്കസിനകത്ത് കുറച്ച് എൻഡോജീനസ് ആയിട്ട് ഉണ്ടാകുന്ന സ്പോർസ് ഉണ്ട്. ഓക്കെ, ഇവരാണ് ആസ്കോസ്പോർസ് എന്ന് പറയുന്നത്. ഈ ആസ്കോസ്പോർസ് വഴിയായിരിക്കും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഈ ആസ്കോസ്പോർസ് ഉണ്ടാകുന്ന ആസ്കോ കാർപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്നാണ്. ഇത് ആസ്കോ കാർപ്പ് എന്ന് പറയും. ഈ സ്ട്രക്ചറാണ് ഏകദേശം ആസ്കോ കാർപ്പിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത്. ഇത് കണ്ടോ? ഇതൊക്കെയാണ് ആസ്കോ കാർപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡീസ്. കണ്ടോ? ഇത് അപ്പോൾ ഈ ആസ്കോ കാർപ്പിനുള്ളിലാണ് എന്തുണ്ടാകുന്ന? ആസ്കോസ്പോർസ് ഉണ്ടാകുന്നത്. ഓക്കെ, ആസ്കോ കാർപ്പ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറിനുള്ളിലാണ് ആസ്കോസ്പോർസ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുക: ആസ്പെർജില്ലസ്, ക്ലാവിസെപ്സ് ആൻഡ് ന്യൂറോസ്പൊറ. ന്യൂറോസ്പൊറ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂറോസ്പൊറ എന്ന് പറഞ്ഞൊരു ഫംഗസ് ആണ്. നമ്മൾ ഒരുപാട് ബയോകെമിക്കൽ, അതാണെങ്കിൽ ജനറ്റിക് എക്സ്പെരിമെൻറ്റിന് റിസർച്ച് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു ഫംഗസ് ആണ് ന്യൂറോസ്പൊറ എന്ന് പറയുന്നത്. ഓക്കെ, ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് എക്സ്പെരിമെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു ഫംഗസ് ആണ് ന്യൂറോസ്പൊറ. പിന്നെ അതാണെങ്കിൽ എന്താണ്? മോറിലീസ് ആൻഡ് ബഫിൾസ് എന്ന് പറയുന്നത്. മോറിലീസ് ആൻഡ് ബഫിൾസ് എന്ന് പറയുന്ന രണ്ട് ആസ്കോമൈസൈറ്റ്സ് ആയിട്ടുള്ള ഫംഗസ് എഡിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ചോദിക്കുക എഡിബിൾ ആയിട്ടുള്ള ആസ്കോമൈസൈറ്റിക് ഫംഗസ് ആരാണെന്ന് ചോദിച്ചാൽ മോറിലസ് ആൻഡ് ബഫിൾസ്. എഡിബിൾ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കഴിക്കാൻ പറ്റുന്നവരായിരിക്കും കേട്ടോ, ആഹാരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മൾ എഡിബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മോറിലസ് ആൻഡ് ബഫിൾസ് എന്ന് പറയുന്ന ആസ്കോമൈസൈറ്റ്സിൽ വരുന്ന രണ്ട് ഫംഗസ് എഡിബിൾ ആയിരിക്കും. അതാണൊക്കെ ന്യൂറോസ്പൊറ എന്ന് പറയുന്ന ആസ്കോമൈസൈറ്റ് വരുന്ന ഫംഗസ് നമ്മൾ ബയോകെമിക്കൽ ജനറ്റിക് എക്സ്പെരിമെൻറ്റിൽ എന്താണ് ഉപയോഗിക്കുന്ന ഒരു ഫംഗസാണ്. അടുത്ത ആളാണ് ബസീഡിയോമൈസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബസീഡിയോമൈസൈറ്റ്സ് ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? മഷ്റൂംസ് ആണ് കേട്ടോ. മഷ്റൂംസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഫഞ്ചി അല്ലെങ്കിൽ പഫ് ബൗൾസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും അവിടെ മഷ്റൂംസ്. ഓക്കെ, മഷ്റൂംസിന് എന്താണെന്ന് പറയാം? മഷ്റൂംസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഫഞ്ചി അല്ലെങ്കിൽ പഫ് ബൗൾസ് എന്നാണ് ബസീഡിയോമൈസൈറ്റ്സ് അറിയപ്പെടുന്നത്. മഷ്റൂം എവിടെയാണ് വരുന്നത്? നമ്മുടെ കൂൺ ഏത് സെക്ഷനിലാണ് വരുന്നത്? ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ക്ലാസ് ബസീഡിയോമൈസൈറ്റ്സിലാണ് വരുന്നത്. ഓക്കെ, ഇവർ ഹാബിറ്റാറ്റ് എവിടെയൊക്കെ കാണാം? കൂൺ എവിടെയൊക്കെ വരുമെന്ന് നോക്കിയാൽ മതി. മണ്ണിൽ കാണുന്നുണ്ട്, സോയിലിൽ കാണപ്പെടുന്നുണ്ട്, ലോക്സിൽ കാണപ്പെടുന്നുണ്ട്. ട്രീ സ്റ്റമ്പ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മുടെ ഈ അഴുകി ദ്രവിച്ച് കിടക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെയല്ലേ ഇത് വളരുന്നത്. ട്രീ സ്റ്റമ്പ്, ട്രീയുടെ മുകളിലൊക്കെ അഴുകി ദ്രവിച്ച് പോയ മരങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ചില ബസീഡിയോമൈസൈറ്റ്സ് പാരസൈറ്റ്സ് ആണ്. ഓക്കെ, പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, നേരത്തെ പറഞ്ഞിട്ട് ലീഫിൻ്റെ അടിയിൽ എന്തുണ്ടാകുന്നുണ്ട്? റസ്റ്റായിട്ട് കാണപ്പെടുന്നുണ്ട്. ലീഫിലടിയിൽ വെള്ള പൗഡർ പോലെ ഇരിക്കും, അതായത് റസ്റ്റായിട്ടും കാണപ്പെടുന്നുണ്ട്. ചിലർ സ്മട്ടായിട്ടും കാണുന്നു. സ്മട്ട് എന്താണെന്ന് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. സം ആർ പാരസൈറ്റിക് ഇൻ പ്ലാന്റ്സ്. എക്സാമ്പിൾ റസ്റ്റ് ആൻഡ് സ്മട്ട്. ഒരു മൈസീലിയം എന്താണ്? ബ്രാഞ്ചഡ് ആണ്. ഇവിടെയാണ് മൈസീലിയം കാണപ്പെടുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ കണക്കാണ് മൈസീലിയം ഇങ്ങനെ ഇരിക്കും, ബ്രാഞ്ചഡ് ആണ്. കണ്ടോ? ബ്രാഞ്ച്, ഇത് ബ്രാഞ്ച്. സെപ്റ്റം ഉണ്ടാകും, കണ്ടോ? ഓക്കെ, ഇവരുടെ മൈസീലിയം എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചഡ് ആണ്, കണക്കിന് സെപ്റ്റേറ്റ് ആണ്. ഓക്കെ,
ബ്രാഞ്ചസ് ഇങ്ങനെ വരയ്ക്കുക. ഇതിൽ ക്രോസ് വാൾസ് ആണ്, സെപ്റ്റേറ്റ് ആണ്. റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് നടക്കുന്നുണ്ട്, എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിപ്പോൾ സെപ്റ്റാന്ന് വെച്ചോ, ഇതൊരു ഹൈഫയാണ്, ഇവിടെ വെച്ചിട്ട് ഇതങ്ങ് മുറിഞ്ഞു പോവുക, എന്നിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് വേറെ പോകും. അതുപോലെ മുകളിലേക്ക് മുറിഞ്ഞ് പോയിട്ട് അത് ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്തായിട്ട് മാറും, ബസിഡിയോമൈസൈറ്റ്സ് ആയിട്ട് മാറും. സോ അങ്ങനെയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയാം. ഇവിടെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. ഓക്കെ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നില്ല. റീപ്രൊഡക്ഷൻ വെരി കോമൺ നടക്കുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്, അതായത് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. ഇതിൽ വരുന്ന മെയിൻ ആളാരാണ്, മഷ്റൂംസ് ആണ്. അവർ നമ്മൾ പൊതുവെ പറയുന്നതാണ് മഷ്റൂംസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഫഞ്ച് അല്ലെങ്കിൽ പഫ് ബോൾസ് എന്ന് പറയും. ഇവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ സെക്സ് ഓർഗൻസും ആബ്സെൻ്റ് ആണ്. ഓക്കെ, സെക്സ് ഓർഗൻസും ആബ്സെൻ്റ് ആണ്, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. പക്ഷേ പ്ലാസ്മോഗമി നടക്കാറുണ്ട്. പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ എന്താ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നില്ല, പക്ഷേ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ പ്ലാസ്മോഗമി എന്ന് പറഞ്ഞത്. സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ രണ്ട് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ സൊമാറ്റിക് ആയിട്ടുള്ള ഹൈഫ തമ്മിൽ എന്ത് ചെയ്യുക, ഫ്യൂസ് ചെയ്യാം. വെജിറ്റേറ്റീവ് ഹൈഫ എന്ന് പറഞ്ഞാൽ എന്താണ്, റീപ്രൊഡക്ഷന് യൂസ് ചെയ്യാത്ത ഹൈഫ എന്ന് പറഞ്ഞാൽ സെക്ഷൽ അല്ലാത്ത ഹൈഫനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് എന്ന വേർഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഹൈഫയും ഇതൊക്കെ വേറൊരു ഹൈഫയും നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഇവിടെ സൈറ്റോപ്ലാസം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫ്യൂസ് ചെയ്യാറുണ്ട്. സോ അതിനെയാണ് നമ്മൾ പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ഇങ്ങനെ എന്തുണ്ടാവും, ഡൈക്കാരിയോട്ടിക് രണ്ട് ന്യൂക്ലിയസ് ഉള്ളൊരു സ്ട്രക്ചർ ഉണ്ടാകും. അതിൽ നിന്ന് എന്തുണ്ടാകും, ബസീഡിയം ഉണ്ടാകും. ബസീഡിയത്തിൽ മിയോസിസ് നടന്നിട്ട് 4 ബസീഡിയോസ്പോർസ് ഉണ്ടാകും. ഓക്കെ, ബസീഡിയത്തിൽ മിയോസിസ് നടന്നിട്ട് 4 ബസീഡിയോസ്പോർസ് ഉണ്ടാകും. ഇവർ പിന്നെ എന്തുണ്ടാവും, ബസീഡിയോ കാർപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ 4 ബസീഡിയോസ്പോർസ് ആണ് ഉണ്ടാകുന്നത് ബസീഡിയത്തിൽ മിയോസിസ് നടന്നിട്ട്. ഇതിൽ എക്സാമ്പിൾ അഗാരിക്കസിനെയാണ് നമ്മൾ കോമൺ മഷ്റൂം എന്ന് പറയുന്നത്. പിന്നെ അസ്റ്റിലാഗോനെയാണ് നമ്മൾ സ്മട്ട് എന്ന് പറയും. പസീനിയ റസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ 3 പേരെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ മഷ്റൂം വരുന്നത് ബസീഡിയോമൈസൈറ്റ്സിലാണ്. അഗാരിക്കസ് എന്നാണ് മഷ്റൂം അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അസ്റ്റിലാഗോനെ നമ്മൾ എന്തെന്ന് പറയും, സ്മട്ട് എന്ന് പറയും. പസീനിയ റസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ബസീഡിയോമൈസൈറ്റ്സ്. അടുത്ത ഡ്യൂട്ടീരിയോമൈസൈറ്റ്സ് അധികം പഠിക്കാനൊന്നുമില്ല, കാരണം ഇവരെ നമ്മൾ ഇംപെർഫെക്റ്റ് ഫഞ്ച് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവർക്ക് അസെക്ഷൽ വെജിറ്റേറ്റീവ് ഫേസ് മാത്രമേ ഉള്ളൂ. ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവരുടെ ബോഡിയിൽ ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉള്ളവരെയാണ് നമ്മൾ ട്രൂ ഫംഗസ് എന്ന് പറയുക. മനസ്സിലായോ? അപ്പോൾ സെക്ഷൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ എന്തെന്ന് പറയാൻ പറ്റില്ല, ട്രൂ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെ നമ്മൾ ഇംപെർഫെക്റ്റ് ഫഞ്ച് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇവരെ വെജിറ്റേറ്റീവ് ഫേസ് കണ്ടുപിടിച്ചപ്പോഴത്തേനും നമ്മളിവരെ വെജിറ്റേറ്റീവ് ഫേസ് കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കൊണ്ടിടും. അസെക്ഷൽ ഫേസ് കാണിക്കുന്നുണ്ട്, അസെക്ഷൽ കാണിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പിലിടും. പക്ഷേ ഇവർക്ക് സെക്ഷൽ ആബ്സെൻ്റ് ആയതുകൊണ്ട് ഇവർക്ക് ക്ലിയർ ആയിട്ട് ഏത് ഗ്രൂപ്പിൽ ഇടണം എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഇവരെ നമ്മൾ എന്ത് ചെയ്യുക, ഡ്യൂട്ടീരിയോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഫഞ്ച് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഫംഗസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ വേറെ ആസ്കോമൈസൈറ്റ്സിൻ്റെയോ ബസീഡിയോമൈസൈറ്റ്സിൻ്റെയോ ഫൈക്കോമൈസൈറ്റ്സിൻ്റെ ഒന്നും ക്യാരക്ടർ കാണിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ വെജിറ്റേറ്റീവ് കാണിക്കുന്നതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പ് ഇടാൻ പറ്റില്ല. അസെക്ഷൽ കാണിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഗ്രൂപ്പ് ഇടാൻ പറ്റില്ല. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫേസ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ പറ്റില്ല, നമുക്ക് ട്രൂ ഫംഗസ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെ നമ്മൾ പ്രത്യേകം ഒരു ഡ്യൂട്ടീരിയോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു മൈസിൽ എന്ത് തന്നെയാണ്, നേരത്തെ പറഞ്ഞ കണക്ക് ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, ഇത് സെപ്റ്റം ഉണ്ടാകും. ഓക്കെ, ക്രോസ് വാൾസ് ഉണ്ടാകും. ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്. ചിലരെന്ന് പറയുന്നത് സാപ്രോഫൈറ്റ്സ് ആണ്, അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ഡെഡ് ആൻഡ് ഡിക്കെ ഓർഗാനിമാറ്റിക് കാണപ്പെടുന്നത്. ചിലർ പാരസൈറ്റ്സ് ആണ്. ഓക്കെ, കൂടുതൽ മെമ്പേഴ്സും ആരാണ്, ഡീകമ്പോസേഴ്സ് ആണ്. ഡ്യൂട്ടീരിയോമൈസൈറ്റ്സിൽ കൂടുതൽ ആൾക്കാരും ഡീകമ്പോസേഴ്സ് ആണ്. അപ്പോൾ മണ്ണ് സോയിലിൽ എന്ത് ചെയ്യുക, ഡെഡ് ആൻഡ് ഡിക്കേഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ ഡീകമ്പോസ് ചെയ്തിട്ട് മിനറൽ റീസൈക്ലിങ്ങിന് സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഡ്യൂട്ടീരിയോമൈസൈറ്റ്സ്. ഓക്കെ, മെജോറിറ്റി ഡീകമ്പോസേഴ്സ് ആയതുകൊണ്ട് ഇവർ മിനറൽ റീസൈക്ലിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇവരുടെ റീപ്രൊഡക്ഷൻ എന്താണ്, നമ്മൾ വെജിറ്റേറ്റീവ് പറയേണ്ട അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് എന്ത് വഴിയാണ് നടക്കുന്നത്, ഇങ്ങനെ പുറത്ത് ഔട്ട്സൈഡ് ആയിട്ടുള്ള കൊണീഡിയോസ്പോർസ് വഴിയായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണീഡിയോസ്പോർ വഴിയാണ് നടക്കുന്നത്. എക്സാമ്പിൾ ആയിട്ടുള്ള ഫംഗസാണ് ഓൾട്ടർനേറിയ, കോളറ്റോട്രൈക്കം, ട്രൈക്കോഡർമ. ഇത് 3 പഠിച്ചു വയ്ക്കുക, ഓൾട്ടർനേറിയ, കോളറ്റോട്രൈക്കം, ട്രൈക്കോഡർമ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫംഗസ് എന്ന് പറയുന്ന കിങ്ഡം. സോ ഇതിൽ 4 ടൈപ്പ് നിങ്ങൾ പഠിക്കുക. ഏതൊക്കെയാണ്, ഫൈക്കോമൈസൈറ്റ്സ്, ആസ്കോമൈസൈറ്റ്സ്, ബസീഡിയോമൈസൈറ്റ്സ്, ഡ്യൂട്ടീരിയോമൈസൈറ്റ്സ്. ഇതിൽ ഇംപെർഫെക്റ്റ് ഫംഗസ് ആണ് ഡ്യൂട്ടീരിയോമൈസൈറ്റ്സ്. ഓക്കെ, വേറൊരു ക്ലാസ്സിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് പ്രത്യേകം വേറൊരു ഗ്രൂപ്പിലാക്കിയിരിക്കുകയാണ്, കാരണം ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഫംഗസിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കുക. മൈസീലിയ എന്താണെന്ന് പഠിക്കുക, ഹൈഫ എന്താണെന്ന് പഠിക്കുക, ഫ്രൂട്ടിംഗ് ബോഡി എന്താണെന്ന് പഠിക്കുക, സ്പോർസ് എന്താണെന്ന് പഠിക്കുക. ഓക്കെ,
അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.